പശ്ചിമേഷ്യയിലെ ഗസയിൽ ഭക്ഷണത്തിനായി കാത്തിരുന്ന 34 പേരടക്കം 110 പാലസ്തീൻകാർ ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുമ്പോൾ ബി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ബി ജെയിംസ്. ഗുഡ് മോർണിംഗ് ജെയിംസെ, നമ്മൾ ഒരേ വാർത്ത തന്നെ ആവർത്തിച്ച് പറയേണ്ട, ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളുകളെയൊക്കെ ഇവരെന്തിനാ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നത്? അത് ബോധപൂർവമാണ് ഈ ഭക്ഷണം കഴിക്കാൻ കാത്തു നിന്നാന്ന് പറയുന്നത്. കാരണം സാധാരണ നമ്മൾ പറയും, നമ്മളൊരു പറയുന്ന ഇത്ര ഇതാണ്, നാട്ടിൻപുറത്തൊക്കെ ഒരു കോഴിയെ കൊലപ്പെടുത്തുമ്പോൾ പോലെ അതിന് വെള്ളം കൊടുത്ത് ഇത് ചെയ്യുന്നൊരു ഇതുണ്ട്. ഇത് മനുഷ്യരാണ്. മനുഷ്യർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ക്യൂ നിൽക്കുന്നത്. അവർക്കറിയാം. ഈ എരുമയും അങ്ങനെ ചെയ്യാറുണ്ട്. എരുമയും പൂത്തിനെയൊക്കെ വെട്ടുന്നതിന് മുമ്പ് എൻ്റെ ചെവിയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും, ഉടനെ അത് തല കുലുക്കും, അതിൻ്റെ സമ്മതം വാങ്ങിച്ച് വെട്ടും. അപ്പോൾ അതുപോലെ ഇത് മനുഷ്യരാണ്. അവർ വിശന്നൊട്ടി പട്ടിണി കിടന്ന് മരിക്കും. ഒന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ വെടിയേറ്റ് മരിക്കും. അപ്പോൾ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ എന്നാൽ വെടി കൊണ്ട് മരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് SKN 750-ലേറെ പേരാണ് ക്യൂ നിന്ന്, ഒരു ഇതുമില്ല, ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നു എന്നൊരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഈ മനുഷ്യ ഇത്രയും വന്നൊരു സംസ്കാരത്തിൽ നമ്മളൊന്നും ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ഇതൊന്നും അനുഭവിക്കാത്തൊരു ജനതയാണ് നമ്മുടെ. കാരണം ഇവിടെ യുദ്ധമൊന്നും കണ്ടിട്ടില്ല, ദൂരെ യുദ്ധങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഓരോ ദിവസവും മരണം മുന്നിൽ കണ്ട് ജീവിക്കുക, എന്നിട്ട് പട്ടിണി കിടക്കുക, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതിരിക്കുക, അതിനുവേണ്ടി ക്യൂ നിൽക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുക. അതിലിപ്പോൾ 110 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പലസ്തീനികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ 34 പേർ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്നവരാണ്. അതിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. SKN കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം 40 തവണയാണ് വടക്കൻ ഗസയിൽ മാത്രം. അതിലാണ് ഇത്രയധികം ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. തുരുതുര വെടിവെക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരാണ് വീഴുന്നത്. ആശുപത്രികളെല്ലാം പ്രവർത്തനക്ഷമമല്ലാതായി. ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്ന ഇത് ഇൻക്യുബേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രമാണ്. കാരണം അവർ മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞുങ്ങളാണ്. ഇൻക്യുബേറ്ററിൽ നിന്ന് മാറ്റി അവർ മരിച്ചു പോകും. അവിടെ ഇന്ധനം കിട്ടാനില്ല പറയുന്നു. ഈ മണിക്കൂറുകളിൽ ഇന്ധനം കിട്ടിയില്ലെങ്കിൽ 100 കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കും എന്ന് പറയുന്നു. അപ്പോൾ പക്ഷെ അവിടെ ഇന്ധനം കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ല. ഈ തരത്തിൽ അതീവ രൂക്ഷമായ അവസ്ഥയായതുകൊണ്ടാണ് ഭക്ഷണം കാത്തിരുന്നവർ കൊല്ലപ്പെടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം അത്രയും ക്രൂരമായിട്ടാണ്. കാരണം ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വെടിനിർത്തൽ ചർച്ചകൾ നടക്കുകയാണ്. ഇതാ നിങ്ങളുടെ ആൾക്കാർ മരിച്ചു വീഴുകയാണ്, ഉടനെ നിങ്ങൾ ബന്ദികളെ. ഹമാസിൻ്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചകളുണ്ട്. കാരണം 250 ഇസ്രായേലി ബന്ദികളെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ 2 വർഷമാവാൻ പോകുന്നു. ഇനിയും 50 പേര് ഹമാസിൻ്റെ കൈവശമുണ്ട്. അതിൽ 20-30 പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇനി 20 പേരാണ് ബാക്കിയുള്ളത്. അവരെ കൊടുക്കുന്നതിനെ ചൊല്ലിയാണ് ഒരു തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഹമാസ് കീഴടങ്ങാതെ പിൻവലിയില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഇസ്രായേൽ സേന പിന്മാറാതെ വെടിനിർത്തലില്ല എന്നുള്ള രീതിയിൽ വാശി പിടിക്കുകയാണ്. അതിനിടയിൽ SKN ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, ഇതുവരെ ചെറുത്തുനിൽപ്പ് ഇല്ലാതെ ഈ ഇസ്രായേലിൻ്റെ ടാങ്കുകൾ വരുന്നിടത്തു നിന്നൊക്കെ ഹമാസ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാനം ഇത് വന്നപ്പോൾ ഹമാസ് നേരിട്ട് ഫൈറ്റിലേക്ക് വന്നിരിക്കുന്നു. ഗറില്ല യുദ്ധമുറകൾ വെച്ച് ഇസ്രായേലി ടാങ്കുകൾ തകർക്കുന്നു. നിരവധി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനും അതിൻ്റേതായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഖത്തറിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു എന്ന വാർത്ത കൂടി SKN വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം വെടിനിർത്തൽ ഉണ്ടാവുമെന്ന് ട്രംപ് പറഞ്ഞു, നെതന്യാഹു പറഞ്ഞു, ഹമാസ് പറഞ്ഞു. പക്ഷേ ഫൈനൽ ഒരു ഇതിൻ്റെ അടുത്ത് വെച്ച് അത് നടക്കാതെ പോവുകയാണ്. ഓരോ ദിവസവും 100 കണക്കിന് പാവപ്പെട്ട മനുഷ്യർ മരിച്ചു വീഴുകയും ചെയ്യുന്നു. SKN. ഓക്കെ, ബി ജെയിംസ്, മറ്റൊരു കാര്യം, ഈ 620 ഡ്രോണുകളുമായി യുക്രൈനിൽ വീണ്ടും റഷ്യയുടെ ആക്രമണമുണ്ടായി എന്ന വാർത്ത വരുന്നു. ശരിക്കും യുക്രൈനിലെ കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ റഷ്യയുടെ കയ്യിലാണ്. റഷ്യ ആക്രമിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണെന്ന് തോന്നുന്നു. പറയൂ. SKN, ഇപ്പോൾ ഒരു പുതിയ യുദ്ധതന്ത്രമാണ് റഷ്യ പയറ്റുന്നത്. ഈ ഡ്രോണുകൾക്ക് 2 ലക്ഷം രൂപ മതി ഒരു ഡ്രോൺ ഉണ്ടാക്കാൻ. മിസൈലുകൾക്ക് കോടിക്കണക്കിന്, വലിയൊരു ബാലിസ്റ്റിക് മിസൈൽ അയക്കണമെങ്കിൽ 10 കോടി വേണം. അപ്പോൾ ഈ ഡ്രോണുകളിൽ വലിയ ഇതായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ വെച്ച് വിടുക, അത് അവിടെ ഇവിടെയൊക്കെ കറങ്ങി എവിടെയെങ്കിലുമൊക്കെ വന്ന് പതിക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 728 ഡ്രോണുകളാണ് ഒറ്റയടിക്ക് പറന്നത്. പക്ഷിക്കൂട്ടം പറന്നു വരുന്ന പോലെ വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിൽക്കുന്നവർക്കും ഇത് പരിക്ക് പറ്റാം, കൊല്ലപ്പെടാം. അതുകൊണ്ട് പരിഭ്രാന്തിയിലാണ് ഉക്രൈൻ. കാരണം എവിടെ നോക്കിയാലും ഡ്രോണുകളാണ്. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ 620 ഡ്രോണുകളാണ് റഷ്യ വൻ ആക്രമണത്തിനായി യുക്രൈനിൽ ഉപയോഗിച്ചത്.
ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, കുറച്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ SKN ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് വടക്കൻ കൊറിയയിലെത്തി നമ്മുടെ പ്രധാന കഥാപാത്രം അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ കണ്ടു എന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും കൂടി അമേരിക്കയ്ക്കും ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും വലിയ ഭീഷണി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സേനാഭ്യാസം നടന്നിരുന്നു. അപ്പോൾ അതിനെതിരെ മുന്നറിയിപ്പ് നൽകി ഉക്രൈന് എല്ലാവിധ പിന്തുണയും ആയുധങ്ങളും സൈന്യത്തെയും നൽകുമെന്ന് കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വടക്കൻ കൊറിയ ഇപ്പോൾ ഇവരെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യമാണ്. ഇറാനിൽ നിന്ന് ഷഹേദ് ഡ്രോണുകൾ റഷ്യക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ റഷ്യ പോരാട്ടം തുടരുകയാണ്. പുടിനുമായി ട്രംപ് ഏറ്റുമുട്ടൽ തുടങ്ങിയിരിക്കുന്നു. ഉക്രൈനിലേക്ക് വലിയ രീതിയിൽ ആയുധങ്ങൾ അയച്ചു കൊടുക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. SKN എന്തായാലും റഷ്യയിലേക്ക്, അതിൻ്റെ കുർസ്ക് ഭാഗത്തിലേക്ക് വലിയ ആക്രമണം നടത്തുന്നുണ്ട് ഉക്രൈൻ സേന. പക്ഷെ അതിനേക്കാൾ വലിയ ആക്രമണം റഷ്യ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ SKN പറഞ്ഞ പോലെ 20% ഉക്രൈൻ്റെ പ്രദേശങ്ങൾ, കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലുമായുള്ള പ്രദേശങ്ങൾ റഷ്യയുടെ കീഴിലാണ് താനും. SKN. താങ്ക് യു VP ജെയിംസ്. ഇനി നമുക്ക് വിദേശ വാർത്തകളുമായി നാളെ കാണാം.